അടുത്തിടെ പുറത്തു വന്ന പഠന റിപ്പോർട്ടുകൾ ന്യൂസ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ ഉള്ളത് ഫുഡ് അഡൾട്രേഷൻ ആണ്. ശരിക്കും നമ്മുടെ ആ ഒരു ഫുഡ് എന്ന് പറയുന്ന ഒരു പോയിസൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും സ്ട്രീറ്റ് ഫുഡ്സ് ആയിക്കോട്ടെ, നമ്മൾ കടകളിൽ ചെന്ന് വാങ്ങിക്കുന്ന ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ, അതിപ്പോൾ പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും സ്പൈസസ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാത്തിനകത്തും എന്താണ് മായം ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ മറ്റ് കാണിക്കുന്നത് നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് നമ്മുടെ പാലിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഡൾട്രേഷൻ വളരെ കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത്. അതിനകത്ത് നമ്മൾ കെമിക്കലുകൾ ഉപയോഗിക്കുന്നു, സോഡിയം ബയോ കാർബണേറ്റ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, അത് ഡിറ്റർജൻറ്റ് മറ്റും ഉപയോഗിക്കുന്നു. യൂറിയയുടെ അളവ് വരെ വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ FSSAയുടെ ഏറ്റവും അടുത്ത പഠന റിപ്പോർട്ട് പ്രകാരം മിൽക്ക് പ്രോഡക്ട്സുകളിൽ ഏറ്റവും അധികം ഈ പറഞ്ഞ അഡൾട്രേറ്റ് ആയിട്ടുള്ളത് പനീറാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യൂറിയ കണ്ടന്റും ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ കണ്ടന്റും ഒക്കെ അതിനകത്ത് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് ഏകദേശം 550 കിലോഗ്രാം വരുന്ന ഫേക്ക് ആയിട്ടുള്ള പനീർ കണ്ടെത്തി അത് നശിപ്പിക്കുന്ന ഒരവസ്ഥ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ റീസെൻ്റ് ആയിട്ട് ഈ പറഞ്ഞ അഡൾട്ടേഡ് ആയിട്ടുള്ള പാലും മറ്റും കഴിച്ചിട്ട് 16 ആൾക്കാർ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് 2 പേര് കുട്ടികളുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം നാച്ചുറലും പ്യുവറുമായിട്ട് നമ്മൾ കരുതുന്ന ഹണി, തേനിനകത്ത് നമ്മൾ ഈ പറയുന്ന ഷുഗർ സിറപ്പുകളും മറ്റുമാണ് ഇപ്പോൾ എന്ത് ചെയ്ത് ഉപയോഗിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല ഹണി ആണെങ്കിലും ശരി, നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഷുഗർ സിറപ്പ് കണ്ടന്റ് അതിനകത്ത് വളരെ കൂടുതലാണ്. നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും അധികം ഡയബറ്റിക്സ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ചെറുതായിട്ട് പോലും ഈ ഹണിയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഷുഗർ സിറപ്പിൻ്റെ കണ്ടന്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഡയബറ്റിക് അത് മറ്റൊരു തലത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും കൊണ്ടുപോകുന്നത് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ പറയുന്ന NFSHൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 32% കുട്ടികൾ എന്ന് പറയുന്നത് സ്റ്റണ്ടഡ് ഗ്രോത്തിന് വിധേയരായിട്ടുള്ളവരാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫുഡ് അഡൾട്രേഷൻ തന്നെയാണ്. ഈ ഫുഡ് അഡൾട്രേഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ നോക്കി ഏറ്റവും അധികം നിങ്ങൾക്ക് കാണിക്കാൻ എന്താ, ഹെൽത്തി ഗ്രോത്ത് നമുക്ക് ഉണ്ടാവത്തില്ല, കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും, കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറും പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളും മറ്റും നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ പേപ്പറിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം അൺസേഫ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ 10 വരെ തടവും അതേപോലെ തന്നെ പിഴയും ലഭിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്. മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 10 ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്നതാണ്. BNSനകത്താണെങ്കിലും ഇതേപോലെ തന്നെ പറയുന്നുണ്ട്, അവിടെ നമുക്ക് 6 മാസം വരെ തടവും പിഴയൊക്കെ നമുക്ക് ലഭിക്കാവുന്നതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ തടവും പിഴയും നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ നമുക്ക് കോമ്പൻസേഷൻ മറ്റുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു ഭക്ഷ്യവസ്തു ഇനി വാങ്ങുന്ന സമയത്ത് നിങ്ങളത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും പാസ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതോട് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. താങ്ക്